വെൽക്കം ടു ടുഡേയ്സ് എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുഖത്ത് മേക്കപ്പ് ഒന്നുമില്ല. ഞാൻ ആദ്യം എൻ്റെ കയ്യിലുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം നെക്കിലും അപ്ലൈ ചെയ്യണേ. സോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 minutes വെയിറ്റ് ചെയ്യുക. ഒന്ന് സ്കിന്നിലേക്ക് അബ്സോർവ് ആവാനാണ്, ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ 2 minutes കഴിഞ്ഞു. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് പ്രൈമറാണ്. സോ എല്ലാവരും ചോദിക്കും പ്രൈമറിൻ്റെ ആവശ്യമുണ്ടോ? പ്രൈമർ ആക്ച്വലി പറയുകയാണെങ്കിൽ സ്കിൻ ഒരു ക്യാൻവാസ് പോലെ ആക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ മേളിൽ ലെയേഴ്സ് ഓഫ് മേക്കപ്പ് അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ പ്രൈമർ ഉപയോഗിച്ചാൽ അത്രയും നല്ലത്. കുറച്ചുകൂടെ നേരെ നമ്മുടെ മേക്കപ്പ് സ്റ്റേ ചെയ്യും. ആക്ച്വലി പ്രൈമർ സ്പ്രേസും അവൈലബിൾ ആണ്, പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പ്രൈമർ ക്രീംസ് ആണ് കേട്ടോ. പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി സ്കിന്നിൽ ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. വളരെ ഒരു ഈവൻ ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കളർ കറക്റ്ററാണ്. ചിലർ കൺസീലറും യൂസ് ചെയ്യും. ഞാൻ കളർ കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ LA ഗേളിന്റെ കളർ കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. പല കളേഴ്സിൽ കളർ കറക്റ്റർ അവൈലബിൾ ആണ്. ഞാൻ ഓറഞ്ച് കളറാണ് യൂസ് ചെയ്തത്. അതായത് ബ്ലാക്ക് കളർ സ്പോട്ട്സ് ഒക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി. സ്പോട്ട്സ് ഉള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യാം. ബ്ലെൻഡർ വെച്ച് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സോ അത്രയും ഭാഗം മാത്രം ഓറഞ്ച് ആയിട്ട് കാണും. അത് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതൊന്ന് കളർ കുറയും. ഇനി അടുത്തത് ഫൗണ്ടേഷൻ ആണ്. ഞാൻ മാക്കിന്റെ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യാറ്. സോ കുറച്ച് ഫൗണ്ടേഷൻ എടുക്കുക. ഫൗണ്ടേഷൻ എടുത്തു. പലരും കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം, തെറ്റില്ല. ചിലരിത് അപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലെൻഡർ യൂസ് ചെയ്യും, അതും തെറ്റില്ല. ഞാൻ കബൂക്കി ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അത് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇത് ബ്രഷിലെടുക്കുക. ആൻഡ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം കഴുത്തിലും അപ്ലൈ ചെയ്യണേ. ഇത് മാക്കിൻ്റെ പ്രോഡക്റ്റ് എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്നതാണ്. മാക്ക് മാത്രമല്ല, ഇഷ്ടം പോലെ പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടോൺ മാച്ച് ചെയ്യുന്നതനുസരിച്ച് വാങ്ങിക്കുക. ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ഇനി പൗഡർ വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ മാക്കിൻ്റെ തന്നെ പൗഡർ ഉണ്ട്. സോ അത് വെച്ച് ഞാൻ സെറ്റ് ചെയ്യാൻ പോവാം. മാക്കിൻ്റെ സെറ്റിംഗ് പൗഡറാണ് അത്. ചിലർ നമ്മൾ ബ്ലഷ് ഒക്കെ ഇടുന്ന ബ്രഷ് വെച്ചിടും. ചിലർക്ക് ഇതുപോലെ പൗഡർ പാഡാണ് ഇഷ്ടം. ഞാൻ പൊതുവേ പൗഡർ പാഡാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ യൂസ് ചെയ്തവർക്ക് അങ്ങനെ. സോ ഞാൻ എൻ്റെ പൗഡർ പാഡ് വെച്ച് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഐബ്രോസ്, ഐസ്, ലിപ്സ് ആണ്. സോ നമുക്ക് ഐബ്രോസ് ചെയ്യാം. ഐബ്രോസ് ചെയ്യുന്നത് ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. സോ ഞാനും എനിക്കിഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഐബ്രോസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എൻ്റെ ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഐ ഷാഡോ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഭയങ്കര ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ ഒന്നും അല്ല പോകുന്നത്. വളരെ ലൈറ്റായിട്ട് മതി എനിക്ക് ഐ ഷാഡോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് എൻ്റെ ഫിംഗർ വെച്ചിട്ടാണ്. ഇത് വെച്ച് എടുക്കുന്നു. ഫിംഗർ വെച്ച് എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ മുകളിൽ വെറുതെ ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണേ. വേണമെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ട് ഇത് മുകളിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കാം. എൻ്റെ ഇമ്പോർട്ടൻറ്റ് കരി. ഇനി ഈ കരിയുടെ കൂടെ ഞാൻ മെബ്ലിൻ്റെ കൊലോസൽ കാജലാണ് ഞാനിതിൻ്റെ അടിയിൽ കുറച്ച് ഞാൻ ഒന്ന് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ലാക്മി ഐലൈനറാണ്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ചെറുതായിട്ട് എടുക്കുക. ലൈറ്റായിട്ട് ഒരു ലൈൻ അപ്ലൈ ചെയ്യാം. കുറച്ച് അപ്ലൈ ചെയ്യുക. ഒരു 2 seconds വിടുക. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലിപ് ലൈനർ വരയ്ക്കാം. മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും നേരം എടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സ്പീഡപ്പ് ചെയ്യുന്നത്. ഞാൻ ബ്ലഷ് ഒന്നും ഇടുന്ന ആളല്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലഷ് ഇടാത്തത്. പിന്നെ അതുമല്ല, ഞാൻ കോണ്ടൂറിങ് അധികം ചെയ്യാറില്ല. നമ്മൾ കല്യാണ ഫംഗ്ഷനൊക്കെ പോകുന്നെങ്കിലും ഒക്കെ. അല്ലാതെ പുറത്ത് ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ്. എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. സോ നമുക്കത് അപ്ലൈ ചെയ്യാം. ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ്. ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യണവർക്ക് ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യാം. ഐ ഷാഡോ ബോക്സ് ഉണ്ട്. ആക്ച്വലി എൻ്റെ കയ്യിൽ പ്ലെയിൻ ബ്ലാക്ക് ഉണ്ടായിരുന്നു, അത് താഴെ വീണ് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ എനിക്ക്
ഓക്കെ എന്ന് തുടങ്ങി. മറ്റേതായിരുന്നു കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നത്. സോ ഇത് ഞാൻ ജസ്റ്റ് ഈ ബ്ലാക്ക് കളർ ഈ ബ്രഷിലെടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് വെച്ച് ഓൾറെഡി ഉള്ള ഐലൈനറുമായിട്ട് ഇതൊന്ന് മേർജ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. കണ്ണ് കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആക്കാൻ വേണ്ടി കണ്ണിൻ്റെ അടിയിൽ നമുക്ക് ചെറുതായിട്ടൊരു റെഡ് ഷെയ്ഡ് കൊടുക്കണം. മേക്കപ്പ് ഇതായി കേട്ടോ. ചെറുതായിട്ടൊരു റെഡ് ഷെയ്ഡ് കണ്ണിൻ്റെ കരി എഴുതുന്നതിൻ്റെ താഴെ ഒന്ന്. ഇനി മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നല്ല സുന്ദരിയായിട്ടില്ല എന്നെ കാണാൻ. ഇനി നമുക്കൊരു പൊട്ട് കൂടെ വയ്ക്കാം. എന്നെ എപ്പോഴും വഴക്ക് പറയാറുള്ളത് പോലെ ചെറിയൊരു പൊട്ടാണ് ഞാൻ വയ്ക്കുന്നതെന്ന്. സോ ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇനി ഡ്രസ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് എന്താണെന്ന് കാണിക്കാം. സോ ഞാൻ എൻ്റെ മേക്കപ്പും ഡ്രസ്സും ഒക്കെ കഴിഞ്ഞു. ഞാൻ പുറത്തേക്ക് പോവാണ്. അതിന് മുമ്പ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.